അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഒരു വലിയ വിഷയമാണ്. നമുക്ക് ദിക്ർ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ മാത്രമേ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ദിക്ർ ഉണ്ടാകുന്നുണ്ട്, ഉള്ളിലൊരു ബോധം. നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകളുടെ മുഖമൊന്നും മാഞ്ഞു പോയിട്ടില്ലല്ലോ. കുറെ കാലമല്ലേ അവർ മരിച്ചിട്ട്, മാഞ്ഞു പോയിട്ടില്ല. എന്റെ പേരാ ദിക്ർ എന്ന് പറഞ്ഞു. ചില ആളുകൾ നമ്മളോട് ചെയ്ത നന്മകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പറ്റിപ്പോയിട്ടില്ലല്ലോ. എന്റെ പേരാണ് ദിക്ർ. അല്ലേ? ഉമ്മ മരിച്ചിട്ട് എത്ര കാലമായി, എന്നിട്ട് ഉമ്മാന്റെ വിളി ഇപ്പോഴും ഇങ്ങനെ കേൾക്കണില്ലേ? ഉമ്മ മരിച്ചവർക്കേ അറിയുള്ളൂ. ആ വിളി ഇങ്ങനെ കേൾക്കും. എത്ര സ്നേഹത്തോടുകൂടിയാ വിളിക്കും. അതാണ് ദിക്ർ. ഈ ദിക്ർ അള്ളാഹുവിനെ കുറിച്ച് നമുക്കുണ്ടാകണം. എത്ര സ്ഥലത്താ അള്ളാഹു ആ ദിക്റിന് വേണ്ടി നമ്മളോട് പറഞ്ഞത്. ആ ദിക്ർ നമുക്ക് ഭയങ്കര, ഉമ്മാന്റെ വിളി നമുക്ക് സമാധാനം നൽകുന്നില്ലേ? നിങ്ങളാലോചിച്ചു, അള്ളാഹുവിന്റെ വിളി എത്ര സ്ഥലത്താ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. എന്താ രസം. പക്ഷെ എന്താണ് ദിക്ർ എന്ന് നമുക്ക് മനസ്സിലായില്ല എന്ന് മാത്രം. അതാണ് പ്രശ്നം. എന്ത് പ്രശ്നം വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖവും സംഘർഷവും ഉണ്ടാകുമ്പോൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ദുആ പഠിപ്പിച്ചില്ലേ? അതിൽ അള്ളാഹുവിനെ ഓർക്കുകയല്ലേ? നബി പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് മാനസിക സംഘർഷമുണ്ടായാലും നിങ്ങൾ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്. എന്താണ് നമ്മൾ ഉമ്മനോട് പറയല്ലേ, അമ്മ ഞങ്ങളുടെ മോനല്ലേ? അതേമാതിരി അള്ളാഹിനോട് പറയാം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അബ്ദിക്. അപ്പൊ മാപ്പാനെ ഓർത്തു. എന്താണ് ആ പ്രാർത്ഥനകൾ ആലോചിച്ചു. വബ്നു ഇബ്നു അമതിക്. ഉമ്മനെ ഓർത്തു. നിന്റെ ഒരു അടിമ സ്ത്രീയുടെ മകനാണ് റബ്ബേ ഞാൻ. നാസിയതി ബിയദിക്. എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്. നീ തീരുമാനിച്ചാൽ എന്തും നടക്കും. ഒരൊറ്റപ്പിടുത്തം പോലെ. നാസിയത്ത് എന്ന് ഇവിടെ ഉള്ള ഈ സ്ഥലമാണ്. ഇതങ്ങനെ പിടിച്ചാൽ പിന്നെ കഴിഞ്ഞ്. അതാണ് നാസിയതി ബിയദിക്. മാദിൻ ഫിയ ഹുക്മുക്. എന്റെ ജീവിതത്തിലുള്ള മുഴുവൻ ഹുക്മുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒക്കെ നീ വിധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ലുൻ ഫിയ ഖദാഉക്. അള്ളാഹിനോടുള്ള സ്നേഹം ആണത്. അള്ളാഹുവേ, എന്റെ വിഷയത്തിൽ നീ എന്ത് വിധിച്ചാലും അത് നീതിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അള്ളാഹ്ക്കുള്ള സന്തോഷം അത് കേൾക്കുമ്പോൾ എത്രയിരിക്കുന്നത്. അദ്ലുൻ ഫിയ ഖദാഉക്. എനിക്ക് രോഗം വന്നു, നമ്മൾ അള്ളാഹിനോട് പറയാം, അദ്ലുൻ ഫിയ ഖദാഉക്. നീ വിധിച്ചതാ, അത് നീതിപൂർവമാണ്, എനിക്കറിയാം. അതുകൊണ്ട് അസ്അലുക, അള്ളാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലിസ്മിൻ ഹുവ ലക്. നിനക്കുള്ള എല്ലാ നാമങ്ങളെ കൊണ്ടും. എനിക്ക് നിന്റെ നാമങ്ങളെല്ലാം അറിയില്ല. സമ്മൈത ബിഹി നഫ്സക്. ആ നാമങ്ങളിൽ ചിലത് നീ നിന്നെ തന്നെ വിളിച്ചതുണ്ട്. ഔ അൻസൽതഹു ഫി കിതാബിക്. ചിലത് നിന്റെ കിതാബിലുണ്ട്, നീ ഇറക്കി തന്നിട്ടുണ്ട്, ഖുർആനിലുണ്ട്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്. അല്ലെങ്കിൽ അതിൽ ചിലത് നീ നിന്റെ സൃഷ്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഖുർആനിലില്ലാത്ത കുറച്ചുണ്ട്. ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്. കുറച്ച് നാമങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, അത് അള്ളാഹു ഇൽമുൽ ഗൈബിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഇൽമുൽ ഗൈബുണ്ട്. ഇൽമുൽ ഗൈബ് നമുക്ക് കിട്ടൂല, അള്ളാഹിന്റെ മാത്രം സ്വത്താ. അവിടെ സൂക്ഷിച്ചു വെച്ച കുറച്ച് നാമങ്ങളുണ്ട്. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹിനെ മനസ്സിലാകാനാണ് ഇത് പറഞ്ഞത്. ഈ നാമങ്ങളെ കൊണ്ടൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻത ജഅലൽ ഖുർആനൽ അളീമ റബീഅ ഖൽബി വനൂറ സദ്രി വജിലാഅ ഹുസ്നി വദഹാബ ഹമ്മി. എനിക്കെന്താ ചെയ്യേണ്ടത് റബ്ബേ? നീ അൻത ജഅലൽ ഖുർആൻ അൽ അലീം, ഈ മഹത്തായ ഖുർആനെ നീ എനിക്കാക്കിത്തരണം. റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണം. എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില സംഘർഷങ്ങളൊക്കെ ഉണ്ട്. വനൂറ സദ്രി, എന്റെ മനസ്സിന്റെ പ്രകാശമാക്കണം. വജിലാഅ ഹുസ്നി, എന്റെ ദുഃഖങ്ങളൊക്കെ നീങ്ങാനുള്ള ഒരു സന്ദർഭമാക്കണം. വദഹാബ ഹമ്മി, എന്റെ മനസ്സംഘർഷങ്ങളൊക്കെ ഇതുകൊണ്ട് ഇല്ലാതാക്കണം. എന്താ അവിടെ സംഭവിച്ചാൽ ദിക്റാണ്. ദിക്ർ ഇങ്ങനെ വരിക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിക്കും ചില പ്രയാസങ്ങളൊക്കെ വരാറുണ്ട്. ആ സമയത്ത് നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ദിക്റാണ്. അള്ളാഹനെ ഓർക്കാണ്. ഓർക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം. لا إله إلا الله رب السماوات السبع ورب الأرض ورب العرش الكريم. സുബ്ഹാനല്ലാഹ്. ഇതാണ് സാധാരണ ദിക്ർ പറഞ്ഞു. അങ്ങനെയാകണം.
ആ രീതിയിലുള്ള ഒരവസ്ഥ നമുക്കുണ്ടാക്കണം.